റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പിണറായിക്കും കുരുക്കായി ശശിധരൻ കർത്തയുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയതെന്നാണ് മൊഴി. 2024 ഏപ്രിലിൽ വീട്ടിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിലാണ് കർത്ത അങ്ങനെയൊരു മൊഴി നൽകിയത്. വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്നും അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED നൽകിയ റിപ്പോർട്ടിൽ. CMRLന് സേവനം നൽകിയിട്ടില്ലെന്ന് വീണ മൊഴി നൽകിയതായും ED റിപ്പോർട്ടിൽ. കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായാണ് ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ റിപ്പോർട്ട് നൽകിയത്. വീണ ടിയുടെ 16.5 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചത്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, കുരുക്കാകുമല്ലോ ഈ കർത്തയുടെ മൊഴി. നേരത്തെ തന്നെ പബ്ലിക് ഡൊമൈനിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയതാണ്. എന്ത് സേവനമാണ് ഈ CMRL കമ്പനിയിൽ വീണയുടെ എക്സാലോജിക് എന്ന കമ്പനി കൊടുത്തത് എന്നുള്ളത്. ഇപ്പോൾ 2024 ശശിധരൻ കർത്ത ഇങ്ങനെയൊരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണയ്ക്ക് കുരുക്കാവും നിശ്ചയമായും. അരുൺകുമാർ, തീർച്ചയായിട്ടും വീണയ്ക്കും പിണറായിക്കും കുരുക്കാവുന്ന മൊഴിയാണ് ശശിധരൻ കർത്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലാണ്. ഇത് പ്രധാനമായും 2024 ഏപ്രിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ECIR രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ വേഗത്തിലുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് ഏപ്രിൽ 17-ാം തീയതി ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് എത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. പലതവണ സമൻസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. അതോടുകൂടിയാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള അദ്ദേഹത്തെ വീട്ടിലെത്തി, അതായത് ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത്. അങ്ങനെ ചോദ്യം ചെയ്ത സമയത്താണ് ഇത്തരത്തിൽ CMRLനെ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് യാതൊരുവിധ സേവനവും നൽകിയിട്ടില്ല, അത് പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു കരാർ നൽകിയെന്നുള്ള മൊഴി ശശിധരൻ കർത്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ 2 തവണ വീണയുടെ ചോദ്യം ചെയ്യലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ വീണയും ഇത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇത്തരത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. തന്റെ കമ്പനി യാതൊരുവിധ സേവനവും CMRLന് നൽകിയിട്ടില്ല എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ നമ്മൾ കൃത്യമായും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് മുൻ മുഖ്യമന്ത്രിയായ നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. 2016-2021 കാലയളവിലെ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ CMRLന് ലഭിച്ചിട്ടുണ്ടോ, ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ വഴിവിട്ട സഹായം നൽകിയതിന്റെ പേരിലാണോ ഈ കരാർ എന്ന് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനകൾ നടത്തുകയാണെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യക്തമായി തന്നെ, അതായത് ശശിധരൻ കർത്തയുടെ മൊഴി, അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നമുക്കത് വായിച്ചാൽ മനസ്സിലാകാൻ കഴിയും. അതായത് ശശിധരൻ കർത്ത ആൻഡ് അതേഴ്സ് ഇൻക്ലൂഡിംഗ് വീണ ടി herself who admitted no deliveries were provided to CMRL. അതായത് CMRLന് സേവനം നൽകിയിട്ടില്ല എന്നുള്ളത്, എക്സാലോജിക്ക് സേവനം നൽകിയിട്ടില്ല എന്നുള്ളത് ശശിധരൻ കർത്ത മൊഴിയെ നൽകിയിട്ടുണ്ട്. ഇത് വീണ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഈ മരവിപ്പിച്ചത് സംബന്ധിച്ചുള്ള, അതായത് ഈ റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ ആസ്തിവകകൾ, അതായത് ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ ED മരവിപ്പിച്ചിരുന്നതാണ്. അങ്ങനെ മരവിപ്പിച്ചതിന് പിന്നാലെ അത് കണ്ടുകെട്ടലിന് മുന്നോടിയായിട്ട് റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ ED സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ വീണ ടിയുടെ 16.5 ലക്ഷം രൂപ മരവിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നത്. അതായത് നേരത്തെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. HDFC ബാങ്കിലെ അക്കൗണ്ടാണ്. ആ HDFC ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ലോക്കർ ED തുറന്നു പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ പറയുന്നത് വീണ ടിയുടെ 16.5 ലക്ഷത്തിലധികം രൂപ മരവിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് മരവിപ്പിച്ചിരിക്കുന്നത് സ്വന്തം പേരിലും കമ്പനികളുടെ പേരിലുമുള്ള പണമാണ്. അതായത് വീണയുടെ ലോക്കറും ഈ മരവിപ്പിച്ച സ്വത്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും വീണയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 1.37 ലക്ഷം രൂപയാണ്. ഇതിന് പുറമെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ 27,585 രൂപയും വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷവുമാണ് മരവിപ്പിച്ചവരുടെ കൂട്ടത്തിൽ വരുന്നത്. അങ്ങനെയാണ് ഈ 16.5 ലക്ഷം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പുറമെയാണ് വീണയുടെ അക്കൗണ്ടിലുള്ള 1.37 ലക്ഷം രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുള്ള 27,585 രൂപയും മരവിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും ഈ
26 കോടി മരവിപ്പിക്കുകയും 12 പ്രതികളുടെ 29 കോടി ആണ് മൊത്തത്തിൽ മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുകെട്ടാനുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. ഇനി സ്വാഭാവികമായിട്ടും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇവരുടെ വിശദീകരണം, ഈ പ്രതികളോട് വിശദീകരണം തേടും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇതുവരെ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട പുറത്തു വരാത്ത വിവരങ്ങളാണ്. 2024 നടന്ന ചോദ്യം ചെയ്യൽ, അതിൽ ശശിധരൻ കർത്ത ഇത്തരത്തിൽ പിണറായിക്കെതിരെയും വീണയ്ക്കെതിരെയും മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല. നമുക്കറിയാം, ആ കേസ് തുടക്കത്തിൽ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ED ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഹൈക്കോടതി അതിന് തടയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതി ഈ ED അന്വേഷണം സ്റ്റേ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു നിയമക്കുരുക്ക് മാറുകയും വിശദമായ റെയ്ഡുകളിലേക്ക് ED പോവുകയും ചെയ്തിരുന്നത്. അങ്ങനെ ED റെയ്ഡുകൾ നടത്തിയതിന് പിന്നാലെ കൂടിയാണ് ഈ 12 പ്രതികളുടെ ഇത്തരത്തിൽ പണം മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ ശരണാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതോടുകൂടി വീണാട്ടിയുടെ ഡിഫൻസ് ദുർബലമാവുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അന്ന് തന്നെ വലിയ സംശയമുണ്ടായിരുന്നു, എന്താണ് ഈ 2.78 കോടി രൂപയ്ക്ക് പ്രതിഫലമായിട്ട് കിട്ടത്തക്ക രീതിയിൽ വീണ തൈക്കണ്ടി കൊടുത്തിരിക്കുന്ന സേവനം എന്താണ്, എക്സാലോജിക് കമ്പനി. പിന്നീട് ആ കമ്പനി പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴാണ് ശശിധരൻ കർത്തയുടെ മൊഴി കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അതിനകത്ത് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് അന്ന് CMRL അനുകൂലമായിട്ട് എന്തോ ചെയ്തു കൊടുത്തു എന്നാണ്. പക്ഷെ അത് ഇപ്പോഴും EDയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിലോ മൊഴികളായിട്ടോ ഒന്നുമില്ല. പിണറായിയുമായിട്ടുള്ള അടുപ്പം കൊണ്ട് മകൾക്ക് ആ കരാർ കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ CMRLന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. 2024 ശശിധരൻ കർത്ത അങ്ങനെ ഒരു മറുപടി കൊടുത്തത്. 2 തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതിനെ തീർച്ചയായിട്ടും പിണറായിക്കും വീണയ്ക്കും അത് കുരുക്കായി മാറുന്നത് അടുപ്പം കൊണ്ട് പൈസ കൊടുത്തു എന്നുള്ളതാണ്. അത് ആ ഭാഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്ത സേവനത്തിനല്ല ആ പണം കൊടുത്തിരിക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ടി വരും. ഒരുപക്ഷെ EDക്ക് ഈ വിഷയത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം. പിണറായിക്കെതിരെയല്ല, വീണയ്ക്കെതിരെ. പിണറായി എന്തെങ്കിലും ചെയ്തോ എന്ന ചോദ്യത്തിന് അതിനുള്ള മറുപടി ഇതുവരെയും ശശിധരൻ കർത്തയോ CMRLോ നൽകിയിട്ടില്ല. അതാണ് രണ്ടാമത്തെ ഭാഗം. അത് പിണറായിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഭാഗമാണ്. എന്തെങ്കിലും കരാറിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഏതെങ്കിലും തരത്തിൽ സർക്കാർ CMRL അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കിയെന്നോ ഇല്ല. പക്ഷേ പിണറായിയെ ോടുള്ള അടുപ്പം കൊണ്ട് മകൾക്ക് പൈസ കൊടുത്തു എന്നാണ് ശശിധരൻ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴി വീണയ്ക്ക് കുരുക്കായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. 16.5 ലക്ഷം രൂപയാണ് വീണയുടെ കണ്ടുകെട്ടിയിരിക്കുന്നത്. ശരണാണ് ഈ വാർത്ത ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിത്ത് ഡോക്യുമെന്റ്സ് സഹിതമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഊഹിച്ചെടുത്ത് പറയുകയോ എവിടെ നിന്നെങ്കിലും ഈ കുരുക്ക് മുറുക്കുക എന്നൊക്കെ പറയുന്ന പഴയകാലത്തെ പ്രയോഗങ്ങൾ എന്നുള്ളതുപോലെ തരുന്നതുമല്ല. ഇത് കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ തന്നെ പവർ പോയിന്റിനും എക്സലിനും ഈ പറയുന്ന മെയിൻ്റനൻസിനും ഒക്കെ ആയിട്ട് 2.78 ലക്ഷം രൂപ ചിലവാക്കി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ വീണ തന്നെയാണ് വിശദീകരണം നൽകേണ്ടത്. അതിൽ പിണറായി എന്തെങ്കിലും വഴിവിട്ട് നൽകി എന്നുള്ളത് ഇനിയും EDക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ പിണറായിയുമായിട്ടുള്ള അടുപ്പം ഈ പൈസ കൊടുക്കുന്നതിന് കാരണമായി എന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്.